രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇതിന് കാരണം ഇവരുടെ രോഗപ്രതിരോധ ശേഷി തന്നെ ഒന്ന് കുറവാണ്. അപ്പോൾ റെക്കറൻ്റ് ആയിട്ട് ആരെങ്കിലുമായിട്ടൊരു കോണ്ടാക്ട് വന്നാൽ പോലും ഇവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരും. സെക്കൻഡ് തിങ് ഈസ്, ഞാൻ ആദ്യം പറഞ്ഞ ഗ്യാസ്ട്രോ ഇസോഫേജൽ റിഫ്ലക്സ് പോലെയുള്ള കാരണങ്ങൾ കൊണ്ടും ഇവർക്ക് മൈക്രോ ആസ്പിറേഷൻസ് കൂടുതലായിരിക്കും. ഒന്ന്, ഇവർക്ക് സ്വതസിദ്ധമായിട്ട് സ്ട്രക്ചറൽ ഡിഫോമിറ്റി ഓഫ് ദ ചെസ്റ്റ് ഉണ്ടാകും. പിന്നെ ഇവരുടെ മസിലിൻ്റെ പവർ ടോണൊക്കെ ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഇവർക്ക് ഈ ശ്വാസത്തെ നിയന്ത്രിക്കാനും ഇറക്കാനുമുള്ള കഴിവ് കുറവാണ്. അപ്പം ഈ ശ്വാസം ചിലപ്പോൾ ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് വായിൽ ഭക്ഷണം ഇരിക്കുമ്പോൾ ഇത് ചിലപ്പോൾ വിക്കിപ്പോകും. ചില സമയത്ത് മൈക്രോ ആസ്പിറേഷൻസ് വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇച്ചിരി ഭക്ഷണം പെട്ടെന്ന് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇവർക്ക് ചിലപ്പോൾ ഡ്രൂളിംഗ് ഓഫ് സലൈവ ഉണ്ടാകും. എപ്പോഴും വായിക്കകത്ത് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ വെള്ളം ചിലപ്പോൾ വിക്കിയൊക്കെ പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് വരുമ്പോൾ എന്ത് പറ്റും, ഈ അന്നനാളത്തിൽ നിന്ന് ഫുഡ് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ഇവർക്ക് ന്യൂമോണൈറ്റിസ് പോലെ വന്ന് അത് ന്യൂമോണിയ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒന്ന് പ്രോപ്പറായിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുക, സൈഡ് ചരിച്ച് കിടത്തുക, പിന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ന്യൂമോണിയൊക്കെ വരാതിരിക്കാനുള്ള വാക്സിനേഷൻസ് എടുക്കുക, എന്തെങ്കിലും ഫീവറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു പരിധി വരെ ഈ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിന് സക്ഷൻ അപ്പാരറ്റസ് ഒക്കെ കയ്യിൽ കരുതേണ്ടതുമാണ്.